ഫോട്ടോഷോപ്പിലെ മറ്റൊരു ടൂളാണ് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ. യഥാർത്ഥത്തിൽ ഈ ടൂളിന്റെ ഉപയോഗം ഈ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്ഷനുകൾ സ്വീകരിച്ചതിന് ശേഷം ചിത്രത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിത്രം ഒരു അബ്സ്ട്രാക്ട് ലെവലിലേക്ക്, ഒരു അമൂർത്തമായിട്ടുള്ള ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പം കൊടുത്തതിന് ശേഷം ചിത്രത്തിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ചിത്രം മൊത്തമായിട്ട് കലങ്ങി ഒരു അബ്സ്ട്രാക്ട് രൂപത്തിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണാം. നേരത്തെ മിക്സ്ചർ ടൂൾ ഉപയോഗിച്ചതുപോലെയുള്ള ഒരു ഇഫക്റ്റ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിവിധ തരത്തിലുള്ള ബ്രഷ് മോഡുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് വിവിധ തരത്തിലുള്ള അബ്സ്ട്രാക്ട് രൂപങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വിവിധ കളറുകളിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിവിധ ബ്രഷ് ടൂളുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അവയുടെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അബ്സ്ട്രാക്ട് ഇമേജുകൾ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഡിസൈനുകളും ബാക്ക്ഗ്രൗണ്ടുകളും മറ്റും പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഇതിലേക്ക് കാണുന്ന, അതായത് സ്റ്റൈൽസ് എന്ന ഈ കൺട്രോളിൽ കാണുന്ന ഭാഗത്ത് പലതരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. ഓരോ ഓപ്ഷനുകളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള എന്താ പറയുക ഇഫക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ഡിസൈനുകൾ ചെയ്തെടുക്കാനായിട്ട്, അബ്സ്ട്രാക്ട് ബാക്ക്ഗ്രൗണ്ടുകളും മറ്റും ചെയ്തെടുക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഒരു കളർഫുൾ ആയിട്ടുള്ള ചിത്രം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു അബ്സ്ട്രാക്ട് രീതി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ബ്രഷിന്റെ വലുപ്പം കൂട്ടിയും കുറച്ചും അതുപോലെ തന്നെ വ്യത്യസ്ത ഉപയോഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വിവിധ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചിത്രത്തിന്റെ ആദ്യത്തെ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, അപ്പൊ ആ ചിത്രത്തിന്റെ ആ രൂപം ആദ്യ രൂപത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക.